മലപ്പുറം മൂലേപ്പാടം വിജയപുരം റോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. തകർന്നു കിടക്കുന്ന പ്രധാന ഭാഗം ടാർ ചെയ്യാതെ മറ്റൊരിടത്ത് ടാർ ചെയ്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂലേപ്പാടത്തു നിന്നും വിജയപുരം ഭാഗത്തേക്ക് വരാൻ പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം തകർന്ന റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. നായാടംപൊയിൽ മലയോര പാതയിൽ നിന്ന് പണി തുടങ്ങണമെന്ന ആവശ്യം നിലനിൽക്കെ റോഡിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് കഴിഞ്ഞ് ഏകദേശം 2 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ്. ഈ ഭാഗം അവഗണിച്ചാണ് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള ഭാഗം മാത്രം ടാർ ചെയ്യുന്നത്. ഇത് മൂലപ്പാടം വിജയപുരം റോഡാണ്. ഇവിടെ വരെ പണിത് വെച്ചിട്ടുണ്ട്. അത് ഒരു 20 മീറ്റർ അപ്പുറം വരെ റോഡ് പണിത് വെച്ചിട്ടുണ്ട്. റോഡ് പണി ഇനി ആരംഭിക്കേണ്ടത് ഇവിടുന്ന് ബാക്കിയായിട്ടാണ് ആരംഭിക്കുന്നത്. അല്ല മുകളിൽ കൊണ്ടുപോയി പണിതിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. അതിന്റെ അവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ആൾക്കാർക്ക് ഉപയോഗം വേണമെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ ബാക്കിയായിട്ട് ഇവിടുന്ന് പണിത് പോകണം. മേലെ പണിയുന്ന അവിടെ 1-2 ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിക്കാർക്ക് മാത്രമേ അതിന്റെ ഗുണമുള്ളൂ. അവിടുന്ന് ആ ഫാക്ടറിയിലോട്ട് വണ്ടി കയറാൻ വേണ്ടിയാണ് ഇപ്പൊ മുകളിൽ കൊണ്ടുപോയി റോഡ് പണിയുന്നത്. അതിന്റെ ആവശ്യമല്ല. ഇത് ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടുന്ന് ഈ നിർത്തിയെടുത്തുനിന്ന് പണിത് പോകുന്നുണ്ട്. ആദ്യം ഇവിടെ പിന്നെ കട്ട പതിപ്പിക്കാൻ പാസ്സായതാണ്. അത് പിന്നെ കമ്പനിക്കാരോ ആരൊക്കെ ഇടപെട്ടിട്ട് അത് മുകളിലോട്ട് കൊണ്ടുപോയി. അത് പറ്റില്ല. ഈ പണിത് നിർത്തിയതിന്റെ ബാക്കിയായിട്ട് റോഡ് പണിയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ പൊതുഫണ്ട് ഇപ്പൊ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ്. അതാണ് അത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആൾ താമസമില്ലാത്തടത്ത് റോഡ് പണിതിട്ട് കാര്യമില്ല. അവിടെ ആൾക്കാർ ആരും താമസിക്കുന്നില്ല. അവിടെ 2 കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഫാക്ടറിയുടെ അവിടെ നിന്നാണ് അവർ പണിയാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു ഗുണമായി. മൂലപ്പാടിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന മുതലുള്ള റോഡ് പണിതാലും നാട്ടുകാർക്ക് കൊടുക്കും. അതിനിപ്പുറത്ത് നാട്ടുകാർ ഇവിടുന്ന് അടക്കേന്ന് പണിയുന്നിടത്തേക്ക് മുകളിലേക്ക് താമസം തീർത്തും മോശമാണ്. കുണ്ടും കുഴിയായിട്ട് പൊതുജനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട ഫണ്ട് സ്വകാര്യ വ്യക്തികളുടെ താൽപര്യപ്രകാരമാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികളെ അവഗണിച്ചുള്ള ഈ നീക്കം അനുവദിക്കില്ലെന്നും ജനവാസ മേഖലയിലെ റോഡ് നിർമ്മിക്കാതെ മുന്നോട്ടു പോയാൽ നിർമ്മാണ പ്രവർത്തികൾ തടയുമെന്നുമാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. അതേസമയം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ സമയത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമുള്ള ഭാഗമാണ് കൂടുതൽ തകർന്നു കിടന്നതെന്നും അതുകൊണ്ടാണ് ആ ഭാഗത്തിന് അനുമതി ലഭിച്ചതെന്നുമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എഇഒയുടെ വിശദീകരണം. ഈ ഭാഗത്തെ ഫാക്ടറികളിലേക്ക് എത്തുന്ന വലിയ വാഹനങ്ങളാണ് റോഡ് ഇത്ര വേഗം തകരാൻ കാരണമെന്നും അധികൃതർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.